സിംസൺസ് 1/3 റൂൾ മൊഡ്യൂൾ 6 ടോപ്പിക്കാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തിയറി ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ മെത്തേഡാണിത്. സിംസൺസ് 1/3 റൂൾ ട്രപ്പിസോയിഡൽ മെത്തേഡ് ഡിസ്കസ് ചെയ്താണ്. സെയിം യൂസാണ് സിംസൺസ് റൂളും. ഓക്കെ, ഫോർമുല നോക്കാം. ഫോർമുല ഇൻ്റഗ്രൽ h0 ടു hn f of x dh is equal to h/3 y0 plus yn plus 4 into y1 plus y3 plus etc. yn minus 1 plus 2 into y2 plus y4 plus etc. yn minus 2. അതായത് h0 to hn ബിറ്റ്വീനിൽ ഈവൻ ആൻഡ് ഓഡ് വാല്യൂസ് ഉണ്ടായിരിക്കും വൈൻ്റെ. സോ ഫസ്റ്റ് വാല്യൂ ഓഫ് അതായത് എഫ് ഓഫ് h0 വാല്യൂ പ്ലസ് എഫ് ഓഫ് hn വാല്യൂ, അതായത് ലാസ്റ്റ് എച്ച് വാല്യൂൻ്റെ വൈ വാല്യൂ. ഓക്കെ, പ്ലസ് 4 ഇൻറ്റു കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ വരുന്നത് കംപ്ലീറ്റ് ഓഡ് വാല്യൂസ് ആണ്. അതായത് ഓഡ് നമ്പേഴ്സ്, ഓഡ് വാല്യൂസ് അല്ല, ഓഡ് ടേംസ് ആണ്. അതായത് y1 y3 yn മൈനസ് 1 വരെ, അതായത് h0 to hn ഓഡ് ടേംസ് ആണ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. 4 ഇൻറ്റു 2 ഇൻറ്റു എന്നുള്ള നെക്സ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് h0 to hn ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈവൻ ടേംസ് ആണ്. ഓക്കെ, ഓൾവേസ് n എന്തായിരിക്കും? സിംസൺസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് n ഈവൻ ആയിട്ടുള്ള കേസിലായിരിക്കും. ട്രപ്പിസോയിഡൽ മെത്തേഡ് ഈവൻ ആൻഡ് ഓഡ് കേസിൽ യൂസ് ചെയ്യാം. ബട്ട് സിംസൺസ് മെത്തേഡ് ഓൾവേസ് നമ്മൾ n ഈസ് ഈവൻ ആയിരിക്കും. യൂഷ്വലി n തന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു 6 ആയിട്ട് n എടുക്കാം. സോ അതിൽ എച്ചിൻ്റെ ഫോർമുല നോർമലി നമ്മൾ അറിയുന്ന ഫോർമുലയാണ് hn മൈനസ് h0 ബൈ n. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ തിയറിറ്റിക്കലായിട്ട് പറയാൻ. ഓക്കെ, പ്രോബ്ലം 1 സിംസൺസ് മെത്തേഡ് ഉപയോഗിച്ചുള്ള ഫസ്റ്റ് പ്രോബ്ലമാണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 6 1/1 plus h square dx യൂസിങ് സിംസൺസ് 1/3 റൂൾ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കിവിടെ n കറക്റ്റായിട്ട് തന്നിട്ടില്ല, n സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ n 6 എടുക്കുന്നു. സോ h is equal to hn minus h0. hn is 6 and h0 is 0. So 6 minus 0 by n 6 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആൻഡ് h എന്ന് പറയുന്നത് 1 ഒബ്റ്റെയിൻ ചെയ്തു നമ്മൾ. ഓക്കെ, നമ്മൾക്കത് ഫങ്ഷൻ h എന്ന് പറയുന്ന ഇത് ഒബ്റ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് h വാല്യൂസ് എഴുതാവുന്നതാണ്. h വാല്യൂസ് ഇപ്പോൾ h0 0 ആണെന്നറിയാം. ആൻഡ് h1 എന്ന് പറയുന്നത് h0 പ്ലസ് h ആയിരിക്കും. h 1 ആണ്, അപ്പോൾ 0 പ്ലസ് 1 1. ആൻഡ് h2 എന്ന് പറയുന്നത് h1 പ്ലസ് h ആണ്. h1 1 ആണ്, 1 പ്ലസ് 1 2, അങ്ങനെ 3 4 5 6 ആണ്. 6 ഒബ്റ്റെയിൻ ചെയ്തു, അതായത് hn നമ്മൾ hn എത്തിക്കഴിഞ്ഞാൽ ഓക്കെ സ്റ്റോപ്പ്. അത്രയും വാല്യൂസിൻ്റെ വൈ വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, അത് y0 y1 y2 y3 y4 y5 y6 ഈ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ നമുക്കറിയാം എന്താണ്. 1/1 പ്ലസ് h സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷൻ. 1/1 പ്ലസ് h സ്ക്വയറിൽ ഈ എച്ചിൻ്റെ വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് ഇട്ട് കൊടുത്തത്. അതായത് y1 കിട്ടാൻ വേണ്ടി 1/1 പ്ലസ് 0 സ്ക്വയർ 1 ആൻഡ് y0 വാല്യൂ 1 ആണ് കിട്ടുന്നത്. സോ y1 വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷനിൽ എച്ചിന് 1 വാല്യൂ കൊടുക്കുന്നു, അപ്പോൾ 1/2 കിട്ടും. ഓക്കെ, പിന്നെ y2 കിട്ടാൻ വേണ്ടി h 2 കൊടുക്കുന്നു. സോ 1/5. അങ്ങനെയാണ് ഈ y വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എല്ലാ വാല്യൂസും കിട്ടി. ഇനി ഫോർമുലയ്ക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ബാക്കിയുള്ളൂ. സോ ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജനറലായിട്ട് ആ ഫോർമുല എഴുതി വെക്കുക. അതായത് നമ്മുടെ എത്ര വൈ വാല്യൂസ് ഉണ്ട് നമുക്കറിയാം, ഓൾറെഡി 6 വൈ വാല്യൂസ് ഉണ്ട്. സോ അതിൽ y1 പ്ലസ് y3 പ്ലസ് y5 ആണ് ഓഡ് ടേംസ് ആയിട്ട് വരുന്നത്. y1 y3 ആൻഡ് y5 അത് 4 ഇൻറ്റു എന്നുള്ള ബ്രാക്കറ്റിൽ എഴുതുന്നു. ആൻഡ് ഈവൻ വാല്യൂസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു y2 പ്ലസ് y2 y4, ബാക്കിയെല്ലാം y0 y6 എന്നുള്ള നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതുന്ന വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, ആൻസർ ഇത് കിട്ടും.
ഇൻ കേസ് ചില ക്വസ്റ്റ്യനിൽ എറർ ഫൈൻഡ് ചെയ്യാൻ പറയും. എറർ ഫൈൻഡ് ചെയ്യാൻ പറയുക എന്ന് പറയുന്നത് ഇത്ര ബുദ്ധിമുട്ടുള്ളതല്ല. നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ തന്നിട്ടുണ്ട് വിത്ത് ഫങ്ഷൻ ആൻഡ് ലിമിറ്റ്സ്. അത് നമുക്ക് കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സോ അതും ഈ നമ്മൾ സിംപ്സൺസ് മെത്തേഡിൽ ഒബ്റ്റെയിൻ ചെയ്ത ആൻസറിൻ്റെയും ഡിഫറൻസ് ആണ് എറർ. ഓക്കെ, അപ്പോൾ നോർമലി ഇതാണ് ആ മെത്തേഡ്. ഇങ്ങനെയാണ് ആ മെത്തേഡ് ചെയ്യുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള മെത്തേഡല്ല. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, problem number 2. A river is 80 meter wide. The depth y in meters at a distance of x meters from one bank is given in the following table. Find approximately the area of cross section. നമുക്ക് ടേബിൾ ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. എച്ച് എന്ന് പറയുന്നത് ബാങ്കിൽ നിന്നുള്ള അതായത് ഒരു കൺസിഡർ ബാങ്ക് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഓക്കെ, സോ ബാങ്ക് ഡോട്ടായിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സൈഡ് ഓഫ് റിവർ. അവിടെ നിന്ന് എസ്റ്റിമേറ്റ്ലി ഇങ്ങനെയാണ് റിവറിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് വിചാരിക്കുക. സോ ഡെപ്ത് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഡെപ്ത് എന്ന് പറയുന്നത് 0, ബാങ്കിൻ്റെ 0. ഓക്കെ, ആൻഡ് ആഫ്റ്റർ 10 meters ഫ്രം ദ ബാങ്ക്, ഇതാണ് 10 meter എന്ന് വിചാരിക്കുക. സോ അവിടെ അതിനൊരു ഡെപ്ത് കിട്ടുന്നത് 5 ആണ്. അതാണ് 5 meter ഡെപ്ത് എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഒരു 10 meter കഴിഞ്ഞിട്ട് 20 meterലുള്ള ഡെപ്ത് എന്ന് പറയുന്നത് 8 ആണ്. സോ സംവാട്ട് മോർ ദാൻ ദ പ്രീവിയസ് പോയിന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 30ൽ 10 ആണ് വരുന്നത്, കുറച്ചുകൂടിയും കൂടും. ആൻഡ് 40ൽ 15 ആണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ 0, 10, 20, 30, 40. പിന്നെ അങ്ങോട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിക്രീസ് ആയിട്ടാണ് പോകുന്നത്. ആൻഡ് ദ ഫൈനൽ വാല്യൂ ഒരു 1 വാല്യൂവിലാണ് എത്തുന്നത്. സോ ഒരു ബാങ്കിൽ നിന്നുള്ള അതിൻ്റെ ഡെപ്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു കർവ്, ഇങ്ങനെ ഒരു കർവായിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ വാല്യൂ ആണ്, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമ്മളടുത്ത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് സിംപ്സൺസ് മെത്തേഡ് യൂസ് ചെയ്യാൻ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ 8 വാല്യൂസ് ആണ് ചെക്ക് ചെയ്യണം. ഈവൻ നമ്പർ ഓഫ് വാല്യൂസ് ആണോ തന്നിരിക്കുന്നത്. ഈവൻ നമ്പർ ഓഫ് വാല്യൂസ് ആണ് തന്നിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് സിംപ്സൺസ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റൂ. സോ ഇവിടെ ഒരു 8 വാല്യൂസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സിംപ്സൺസ് മെത്തേഡ് ഈസിയായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഉദ്ദേശിച്ച y0 to y8 വരെയുള്ള വാല്യൂസ് ഉണ്ട്. അതായത് y0, y1, y2, y3, y4, y5, y6, y7, y8. സോ y ഒരു ഈവൻ ടേംസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സിംപ്സൺസ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. അതായത് ഇൻ്റഗ്രേഷൻ ലിമിറ്റ്സ് 0 to 80 ആണ്. ആൻഡ് ഇൻ്റഗ്രേഷൻ ഫങ്ഷൻ y ആണ്. y-നെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ്, y വാല്യൂസ് ഡെപ്താണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. ഡെപ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, y dx ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല നമ്മൾ എഴുതുന്നു h/3 ഇൻറ്റു y0 പ്ലസ് y8 ആണ് yn അല്ലേ. ഓക്കെ, ദെൻ പ്ലസ് 4 ഇൻറ്റു ഓഡ് ടേംസ് എന്ന് പറഞ്ഞാൽ y1 ഉണ്ട്, y3 ഉണ്ട്, y5 ഉണ്ട്, y7 ഉണ്ട്. പിന്നെ ഉള്ളത് ഈവൻ ടേംസ് 2 ഇൻറ്റു ഈവൻ ടേംസ് ആണ്. 2 ഇൻറ്റു ഈവൻ ടേംസ് y2 പ്ലസ് y0 ഒന്നും എഴുതരുത്. y0 ആൻഡ് y8 നമ്മൾ ഈവൻ ടേംസിൽ യൂസ് ചെയ്തത്, കാരണം അത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാല്യൂസ് നമ്മൾ ആദ്യം റെപ്രസെൻറ്റ് ചെയ്തതാണ്. പിന്നെ ഉള്ളത് y2 പ്ലസ് y4 പ്ലസ് y6. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. സോ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് h എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ ചെക്ക് ചെയ്താൽ മതി. h എത്രയാണ്? 10 ആണ്. ഡിവിഷൻസ് അല്ല, h എന്ന് പറയുന്നത് 10 വെച്ചിട്ടാണ് h വാല്യൂസിൻ്റെ ഡിഫറൻസ് വരുന്നത്. സോ is 10/3 into
വൈ നോട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0 പ്ലസ് ആൻഡ് y8 എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് 4 ഇൻറ്റു y1 എന്ന് പറയുന്നത് എത്രയാണ്? 5 പ്ലസ് y3 10 പ്ലസ് y5 12 പ്ലസ് y7 എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് 2 ഇൻറ്റു നമ്മൾ 4 ഇൻറ്റു വാല്യൂസ്, ദെൻ 2 ഇൻറ്റു വാല്യൂസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു y2 പ്ലസ് y4 പ്ലസ് y6 ആണ്. y2 എന്ന് പറയുന്നത് 8 പ്ലസ് y4 എന്ന് പറയുന്നത് 15 പ്ലസ് ആൻഡ് y6 എന്ന് പറയുന്നത് 7. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 603.333 മീറ്റർ സ്ക്വയർ ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ മീറ്റർ സ്ക്വയർ. ഓക്കെ, അതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്.